ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു പുട്ട് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ചപ്പാത്തി, പത്തിരി എല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പുട്ട് അധികാരം ഉണ്ടാക്കാറില്ല. പക്ഷെ വളരെ സ്വാദിഷ്ടവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണിത്. നമ്മൾ ഇതിലെടുത്തേക്കുന്ന സാധനങ്ങൾ ഗോതമ്പ് പൊടി 1/2 കിലോ, ഉപ്പ്, തേങ്ങ, ചൂടുവെള്ളം, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടുവെള്ളം നമ്മൾ അരിപ്പുട്ടിൽ ഒഴിക്കുന്ന പോലെ ഒത്തിരി ഒഴിക്കരുത്, പെട്ടെന്ന് വെള്ളം കൂടിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ആക്കേണ്ടത്. നമുക്കിതിങ്ങനെ കുഴപ്പമോ തോന്നും, ഇതിലേക്ക് ഇനിയും വെള്ളം വേണമെന്ന്. പക്ഷേ ഇത് നമ്മൾ ഇനി അത് പുട്ടിൻ്റെ പരുവത്തിലാവുമ്പോഴേക്കും വെള്ളം കൂടിപ്പോകും. അതുകൊണ്ട് കുറച്ച് കട്ടയായിട്ട് കിടക്കുന്നത് കുറച്ച് പൊടി പരുവത്തിൽ, ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താണ്. ഇതിപ്പോൾ നല്ല പുട്ടിൻ്റെ പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ കോരിയിട്ട് പുട്ട് റെഡിയാക്കാം. നമ്മുടെ പുട്ടുകുറ്റി റെഡിയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് തേങ്ങ, നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. നമ്മൾ അരിപ്പുട്ടിനിടുന്നേക്കാളും കൂടുതൽ തേങ്ങ, എന്നാൽ അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആവുള്ളൂ. ഇനി ഗോതമ്പ് പൊടി, അതിനുശേഷം തേങ്ങ, ഇനി ഗോതമ്പ് പൊടി, ഏറ്റവും മുകളിലായിട്ട് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പുട്ട് കുടത്തിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിന് കടലക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ കടലക്കറി, സ്പെഷ്യൽ കടലക്കറി എല്ലാവരും കണ്ടു നോക്കുക. ഇതിന് പറ്റിയൊരു കോമ്പിനേഷനാണ്. സോ വ്യൂവേഴ്സ്, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.